ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ്. ഇന്ന് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്, പുട്ടും കടലയും. അല്ലെങ്കിൽ തന്നെ പുട്ടും കടലയും ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? നല്ല കോമ്പിനേഷനാണ് പുട്ടും കടലയും. അങ്ങനെ ഫുഡ് ഞാൻ മോൾക്ക് വാരി കൊടുക്കുകയാണ്. കുറച്ച് കളിച്ചുകൊണ്ടൊക്കെയാണ് അവൾ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ തീരെ ഒട്ടും കഴിക്കാറില്ല. ഇങ്ങനെ കളിച്ചുകൊണ്ട് വാരി കൊടുത്താൽ അല്പമെങ്കിലും കഴിക്കും. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. 4-നാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്നത്. മോളുടെ ബർത്ത്ഡേ 5-ാം തീയതിയാണ്. 4-ന് ഏട്ടൻ്റെതും 5-ന് മോളുടെയാണ്. 4-ാം തീയതി ആവാൻ ഞങ്ങൾ നോക്കിയിരുന്നു, പക്ഷേങ്കിൽ അപ്പോഴൊന്നും എനിക്ക് പെയിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് 2-ാം പിറന്നാളാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് 1-ാം പിറന്നാളാണ്. കാരണം 1-ാം പിറന്നാൾ ഞങ്ങൾ സലാലയിൽ നിന്നായിരുന്നു ആഘോഷിച്ചത്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവിടെ ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ കസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അവിടെയായിരുന്നു. നാളെ ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പരിപാടിയൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. അപ്പോൾ ഏട്ടനൊരു ഷർട്ടും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നില്ല. അത് കാരണം ഏട്ടൻ്റെ പെങ്ങൾ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അവിടുന്ന് വാങ്ങുന്നത് ഞങ്ങൾ തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരി പോയിട്ട് അവിടുന്ന് കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം. അവിടെ ഒരുപാട് കേക്ക് ഓർഡറൊക്കെ വന്ന് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും. ഇതാ കടയിലേക്ക് പോകുന്നത് ഞാനാണ്. അപ്പോൾ മോള് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കരയാനൊക്കെ ചാൻസ് ഉണ്ട്. അവൾ അങ്ങനെ ബസ്സിലൊന്നും കയറിയിട്ട് അത്ര ശീലമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവളെ കരച്ചിലടക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റും ഒരു ജീരകമുട്ടായൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കുറച്ച് സമയം ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളോട് ഉറങ്ങിപ്പോയി. അങ്ങനെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇനി ഡ്രസ്സ് എടുക്കണം. നാളത്തെ പരിപാടീൻ്റെ ഡ്രസ്സൊക്കെ ഇനി എടുക്കണം. അങ്ങനെ ഞങ്ങൾ ടെക്സ്റ്റൈൽസൊക്കെ കയറി അങ്ങനെ ഡ്രസ്സ് എടുക്കുകയാണ്. ഈ കാണുന്നത് തലശ്ശേരി ടെക്സ്റ്റൈൽസ് അല്ല. ഫസ്റ്റ് തലശ്ശേരിയെ പോയി നോക്കി. പിന്നെ മോളെയും കൊണ്ട് ഭയങ്കര വാശിയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് ശേഷമാണ് പിന്നെയാണ് ഞങ്ങൾ വടകരയിൽ നിന്നാണ് പിന്നെ ഡ്രസ്സ് എടുത്തത്. വടകര സൂര്യ ടെക്സ്റ്റൈൽസ് എന്നാണ് പിന്നെ ഡ്രസ്സ് എടുത്തത്. തലശ്ശേരിയിൽ നിന്ന് അധികം ഒന്നും സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല. മോള് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ അമ്മേൻ്റെ അടുത്താക്കി. എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത പർച്ചേസൊക്കെ തുടങ്ങിയത്. അങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. നല്ല നല്ല ഡ്രസ്സായിരുന്നു കാണാൻ. കുട്ടി കുപ്പായൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ തന്നെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പിന്നീട്. പിന്നെ ഞാൻ കുറച്ച് സാരിയൊക്കെ നോക്കി. സാരി എനിക്ക് ഉടുക്കാനൊന്നും അറിയില്ല, എന്നാലും സാരി കണ്ടപ്പോൾ നല്ലപോലെ ഇഷ്ടമായി. അപ്പം വെറുതെ ഒന്ന് വെച്ച് നോക്കി. അങ്ങനെ നേരെ പർച്ചേസൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. ഇതിപ്പോൾ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പെങ്ങൾ കേക്കിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. 2-3 ഐറ്റംസൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.